ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാന് ഇന്ന് നമ്മളെ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതാ കല്യാണത്തിന്റെ തലേന്നത്തെ സീൻസ് ആണ് കേട്ടോ ഇത്. അപ്പൊ തലേന്ന് ഞാൻ രാവിലെ തന്നെ വേഗം ചോറും കറിയൊക്കെ റെഡിയാക്കിക്കണേ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് വെച്ചിരിക്കണേ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾക്ക് പോവാനുള്ള ബാണ്ടക്കെട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിനത്. അപ്പൊ രണ്ട് കൂട്ടം ഡ്രസ്സ് ബാഗിലും ഒരു കൂട്ടം ഡ്രസ്സ് ഇട്ട് പോവാനുള്ളതുമാണ്. പിന്നെ ഇന്ന് രാവിലെയാണ് നമ്മളുടെ മോട്ടറും അതിനുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അകത്തേക്ക് ഇതാ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇന്നും നാളെയൊന്നും നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പോയി വന്നതിന് ശേഷം വേണം മോട്ടറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ആളെ വിളിക്കാനൊക്കെ കേട്ടോ. അപ്പൊ അതാ ഞങ്ങളെല്ലാരും മാറ്റി ഒരുങ്ങി പോവാൻ ഇറങ്ങിട്ടോ. അപ്പം ആങ്ങളെയും നാത്തൂനും വന്നിട്ടുണ്ടേനി. അതുകൊണ്ടാണ് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയത്. എനിക്ക് വെറും ചോറ് ഉണ്ടാക്കണില്ലാറെ എളുപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് വേഗം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിനിയത്. പിന്നെ അതാ തലേന്നത്തെ ഡ്രസ് കോഡ് ബ്ലാക്ക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ബ്ലാക്കിൽ റെഡി ആയിക്കണത്. ഇനിയിപ്പോ ഞങ്ങൾ ഇതാ കല്യാണ വീട്ടിലേക്ക് പോവാണേ. കല്യാണ വീട്ടിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. അപ്പം വണ്ടൂരാണ് കല്യാണ വീട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് ലഗേജ് ഒക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ്ട് ചെയ്തത്. കുഞ്ഞുട്ടിക്ക് അന്നത്തെ ദിവസം പണിയുണ്ട്, ലീവില്ല. അപ്പൊ പിന്നെ ആള് വൈകിട്ട് പണി കഴിഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് പിന്നെ ഞങ്ങളോട് അങ്ങനെ പോവാൻ പറഞ്ഞതാണ് കേട്ടോ. കുട്ടിക്ക് മിഞ്ഞാന്നൊക്കെ ഒരു പനിയൊക്കെ ആയിനി കേട്ടോ. അപ്പൊ ഞങ്ങള് വിചാരിച്ചിനി കല്യാണത്തിന് പോക്കൊന്നും നടക്കൂലേന്ന്. ആള് ഡാൻസ് ഒക്കെ പഠിച്ചിക്കണേ, തലേന്ന് കളിക്കാനൊക്കെ ഉള്ളത്. പിന്നെ ആൾക്ക് ഡാൻസ് ഒക്കെ കളിച്ചണല്ലോ എന്ന് വിചാരിച്ചിട്ടാവും പനീനെ വേഗം പറഞ്ഞയച്ചത്. എന്റെ പനിയൊക്കെ മാറിയിക്കണ്, ഞാൻ ആക്റ്റീവ് ആയിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആള് നല്ല ഉഷാറൊക്കെ ആയിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണിത്. പോയത് വീട്ടിലേക്കാണ് കേട്ടോ. പിന്നെ അവിടുന്ന് വൈകുന്നേരത്താണ് ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടേനും തലേന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാ പുതിയ ഡ്രസ്സൊക്കെ മാറി ഒക്കെ ഓളും സെറ്റ് ആയിട്ടുണ്ട്. എല്ലാരും എത്തിക്കണെന്ന് വിചാരിച്ചു ഞങ്ങൾ പെരീന്ന് നേരത്തെ ഇറങ്ങി ചെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പൊ അധികം ആളും ആരവൊന്നും ഇല്ലാത്തപ്പോ മക്കളൊക്കെ അതാ സ്റ്റേജിമേലൊക്കെ കേറിയിട്ട് മിന്നി കത്തണ ലൈറ്റ് ഒക്കെ കണ്ടിട്ടും പാട്ടൊക്കെ ഇട്ടുകണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓല് കുറച്ച് സമയമൊക്കെ അവിടെ ഡാൻസ് കളിക്കണേ ഇങ്ങോട്ട് തിരിച്ചു പോരുന്നേ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. ജനിക്കുട്ടം പിന്നെ പെരിയിൽ എത്ര അലമ്പാണെങ്കിലും പുറത്തിറങ്ങിയ ആള് ഡീസന്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം ആള് ഡീസന്റ് ആയിട്ട് ഈ വക പരിപാടിക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ എല്ലാരും കളത്തിൽ ഇറങ്ങിയപ്പോ പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാ ഒഴിവാക്കണെന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഓനും ഇറങ്ങിയിട്ടുണ്ടേനെ. ഈ സമയത്ത് പിന്നെ നമ്മൾ അറിയണോല് ആ ഒരു ആൾക്കാർ മാത്രമേ ഉള്ളൂ, കുറച്ച് ആൾക്കാരെ ഉള്ളേനി കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് തുടങ്ങണുള്ളൂ. അതുകൊണ്ടാണ് ഈ സമയത്തൊക്കെ സെനിക്കുട്ടനും ഇറങ്ങി കുട്ടനൊക്കെ കൈയൊക്കെ കൊട്ടി ഡാൻസ് ഒക്കെ കളിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സമയമൊക്കെ അതിലിങ്ങനെ കളിച്ചും പിന്നെ അതിലിങ്ങനെ ഓടും. അങ്ങനെ അങ്ങനെ പല വിധത്തിലായിട്ട് കഴിഞ്ഞിട്ട് ഓല് പാഞ്ഞുകൊണ്ട് നീനത്. പിന്നെ കുറെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോ പിന്നെ ആള് ഡീസന്റ് ആയി. പിന്നെ സ്റ്റേജിമൊക്കെ പോയിട്ടേ ഇല്ല കേട്ടോ. പിന്നെ എന്റെ പിന്നാലെ ചുറ്റിപ്പറ്റി ഇന്റെ മടിയിൽ തന്നെ ഇനി കേട്ടോ ആള്. അങ്ങനത്തെ കുട്ടികളെ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിക്കണ. അതിന്റെ അടിയിൽ കൂടെ ഫോട്ടോ എടുപ്പും നടക്കണുണ്ട്. ആ ബ്ലാക്ക് ഡ്രസ് ഇട്ട് മിന്നി തിളങ്ങുന്ന ആളാണ് കേട്ടോ നമ്മളെ ബ്രൈഡിന്റെ അനിയത്തി. അങ്ങനെ നീയക്കുട്ടിന്റെ ഊഴായിക്കണ കേട്ടോ. നീയക്കുട്ടി ഒരു ഡാൻസ് ഒക്കെ ഒരു 2-3 പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാൻസ് ഓളും പഠിച്ച് റെഡി ആയിനി കേട്ടോ. ഓളെ തൊട്ടടുത്ത് നിന്ന് കളിച്ചതാണ് മൂത്തമ്മാന്റെ പേരക്കുട്ടി കേട്ടോ. ഓള് നീയക്കുട്ടി ചെറിയ പ്രായത്തിൽ അതിനന്നത്തെ അതേ സെയിം ആണ് കേട്ടോ. ഓളും ഒരു പാട്ട് കണ്ട ഓൾ അതിനനുസരിച്ചിട്ട് ഓള് സ്വന്തം സ്റ്റെപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഓള് മിന്നി തിളങ്ങണത്. ഓള് അപ്പം ഇങ്ങോട്ട് കഴിയുന്നുണ്ട് സ്റ്റെപ്പാ. പക്ഷെ ഓളാ പാട്ടിന്റെ ഒഴുക്കിനനുസരിച്ചിട്ടാണ് കേട്ടോ ഓൾ ഓരോ സ്റ്റെപ്പും കണ്ട ഓള് കയ്യുന്നിടുക. നല്ല രസേനി കാണാൻ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതാ വീട്ടിലെത്തിക്കണം കേട്ടോ. അപ്പൊ വീട്ടിലെത്തിയപ്പോ നമ്മളെ പുതിയണ്ണിന്റെ ഫ്രണ്ട്സ് ഒക്കെ പാടെ ഓൾക്ക് രാത്രിക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയതാണ് കേട്ടോ. രാത്രി 12-1 മണിയായിനെ. അപ്പൊ ഒരുവിധം എല്ലാരും കടന്നുറങ്ങിക്കണേ. ഞാനും മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ മൂത്തമാന്റെ മരുവോള് നല്ലപോലെ മൈലാഞ്ചിടും. അപ്പൊ ഓളെ പിടിച്ചിരുത്തി ഞങ്ങൾ അവിടെ സിറ്റൗട്ടിൽ മൈലാഞ്ചി ഇട്ട സമയത്താണ് ഈ വക കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ പിന്നെ ഞാനത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു 2 മണിയായപ്പോ കടന്നു. 5 മണിയായപ്പോ എണീച്ചിട്ടുണ്ടേനെ. നീച്ചപ്പത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കണം കേട്ടോ.
ഇപ്പൊ അല്ലെങ്കിലും ഇവിടെ ഇടക്കും തലക്കൊക്കെ മഴ പെയ്ത് തുടങ്ങിയിരിക്കണം കേട്ടോ. നിങ്ങളവിടേക്ക് എന്താ അവസ്ഥ? മഴയൊക്കെ പെയ്ത് തുടങ്ങിയോ? ഇവിടെ ഇപ്പൊ മിക്കവാറും ദിവസം അല്ലെങ്കിൽ രാവിലെ രാത്രിയിലൊക്കെ ആയിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് തന്നെയാണ്. മഴയൊക്കെ പെയ്ത് ഭൂമിയൊക്കെ ഒന്ന് നനഞ്ഞ് ഒന്ന് തണുത്തു കിട്ടോ. ആ പെരുംചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ ചോറും കറിയും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ ചോറും കറിയൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ ചിക്കനും പിന്നെ അതിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയും പിന്നെ നെയ്ച്ചോറും ഇനി കേട്ടോ. അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ റവ ഉപ്പുമാവും ഉണ്ട് കേട്ടോ. സാധാരണ കല്യാണത്തിന്റെ അന്നത്തെ ദിവസം രാവിലെ ഏകദേശം എല്ലായിടത്തൊക്കെ ഈ റവ ഉപ്പുമാവൊക്കെയാണ് കേട്ടോ ചായക്ക് കടിയൊക്കെ ഉണ്ടാവുക. ഞങ്ങൾ ഈ ചിക്കൻ കറി നെയ്ച്ചോറും അടിപൊളി ടേസ്റ്റിന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ അത് തന്നെയാണ് കഴിച്ചത്. അങ്ങനെ മക്കളെയൊക്കെ കുളിപ്പിച്ചാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങണം കേട്ടോ. എന്നിപ്പോ എല്ലാവരും ഒരു പിങ്ക് മയാണ് കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് ആണ്. ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ആണുങ്ങൾക്കൊക്കെ ഡ്രസ്സ് കിട്ടിയെന്ന് വെച്ചെങ്കിൽ പെണ്ണുങ്ങൾക്കൊക്കെ ഒരു റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാണ്. നമ്മുടെ സുന്ദരി കുഞ്ഞിപ്പെണ്ണിനെ വരെ പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ക്രോഷ്യ വർക്കോ അങ്ങനെ എന്തോ ആണ് പറയാ. അപ്പോൾ നാത്തൂന്റെ അനിയത്തി തുന്നി ഉണ്ടാക്കി ഉടുപ്പാണ് കേട്ടോ അത്. അപ്പൊ നീയക്കുട്ടി മാറ്റലൊക്കെ കഴിഞ്ഞ് ഫോട്ടോ ആണ് ജസ്റ്റ് കാണാൻ റിച്ച് ആയിട്ട് പോസ് ചെയ്യണത് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാരും മാറ്റി ഒരുങ്ങി ഓഡിറ്റോറിയത്തേക്ക് പോവാണേ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് സമയമുണ്ട്. അപ്പൊ ഞങ്ങളിതാ വണ്ടിയിൽ ഓഡിറ്റോറിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായാൽ എല്ലായിടത്തും കാണുന്നിടത്തൊക്കെ ഒരു ഫോട്ടോക്ക് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ട അവിടെ നിൽക്കുക, ഫോട്ടോ എടുക്കുക, പോസ് ചെയ്യുക, അതൊക്കെ തന്നെ കാരണം ഞങ്ങൾക്കില്ല പരിപാടി. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? അപ്പം ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായില്ല. അതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മുൻപ് ഡ്രസ്സും ഒന്ന് കാണിച്ചു തരാഞ്ഞത്. ഞങ്ങള് ഇമ്മാന്റെ കുടിക്കാരെല്ലാരും പിങ്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉപ്പാന്റെ കുടിക്കാരെല്ലാരും ഓറഞ്ച് കളറേന് കേട്ടോ. അങ്ങനെ ഇന്ന് 2 വിധത്തിലെ കളറേന്. ഡ്രസ് കോഡല്ല, കളർ കോഡായിട്ട് അങ്ങനെയാണ് കേട്ടോ. ഒരേപോലത്തെ ഡ്രസ്സല്ല, പക്ഷെ ആ ഒരു കളറ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴേക്കാരം ഏറ്റവും കൂടുതൽ ഭംഗി. പിന്നെ ചിക്കൻ ബിരിയാണി. അപ്പൊ ഞങ്ങള് നിക്കാഹ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഫുഡിനുള്ള വിളി വന്നപ്പോ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി വണ്ടി പോയിട്ട് അപ്പോൾ ഇതാ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ മഹറൊക്കെ ഇടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. മുഴുവനായിട്ട് എല്ലാതൊന്നും ഒരു വ്ളോഗ് പോലെയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ക്ലിപ്സ് എടുത്തുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കിയതാണ് കേട്ടോ. നമുക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ചെയ്യലാണല്ലോ പണി. 2 ദിവസം ഇതിന്റെ പിന്നാലെ ഇനി അപ്പൊ അതൊരു കണ്ടന്റ് ആക്കി എന്നുള്ളൂ കേട്ടോ. അപ്പൊ അതാ ഇതൊക്കെയാണ് അജുവിന്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ എല്ലാവരും പാടെ ഒരു ഫാമിലി പിക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ക്യാമറമാൻ എടുത്തതായതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താഞ്ഞത്. അപ്പൊ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേന് ബ്രൈഡിനെയൊക്കെ കൊണ്ട് പോയിട്ടുണ്ട്. ഇനി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരുവിധം തിരക്കൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ സ്റ്റേജ് ഫ്രീ ആയിട്ടോ. ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അപ്പൊ ഓലിതാ വീണ്ടും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ഇവര് പിന്നെ ഒരു പാട്ട് കണ്ട് അവിടെ കടന്നതുള്ളൂ. ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങള് കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ്ട് പോയത്. ഓലെന്തായാലും തുള്ളാൻ മെനക്കെട്ട് വരുമ്പോട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെന്താ കുറച്ച് സമയം ഓലാണ് തുള്ളട്ടെ, അത് കഴിഞ്ഞിട്ട് ഓലും കൊണ്ട് വീട്ടിൽ പോകാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഉണ്ണിയമ്മോളൊക്കെ നല്ല മെനക്കെട്ട് ചാടിക്കൊണ്ടിരിക്കണേ. ഇതൊക്കെ സ്റ്റെപ്പൊക്കെ ഓൺ ദ സ്പോട്ടിലുള്ള ഇടുന്നതാണ് കേട്ടോ. അല്ലാതെ ഇതൊന്നും മുന്നേ കൂട്ടി പഠിച്ചതും ഒന്നല്ല. ഒരൊറ്റ ഡാൻസ് മാത്രമേ ഉള്ളൂ. അത് തലേ ദിവസം മോള് കളിച്ചും ചെയ്തീനി കേട്ടോ. അപ്പം ഇതൊക്കെ വെറുതെ പാട്ട് വരുമ്പോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓള് പിന്നെ അതിനനുസരിച്ചിട്ടൊക്കെ തുള്ളാനൊക്കെ ഉഷാറാണ്. നിയമളുടെ ഡ്രസ്സും ഇന്റെ ഡ്രസ്സും ഏകദേശം ഒരു റാണി പിങ്ക് ആ ഒരു കളറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടാളും സെയിം മാച്ച് ചെയ്നി. പക്ഷെ ആജിക്കുട്ടനും സെനിക്കുട്ടനും ഒരു ലൈറ്റ് പിങ്ക് ആ ഒരു കളറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞുട്ടിക്ക് ഞങ്ങളത് രണ്ടാളതൊന്നും അങ്ങോട്ട് പോയും ചെയ്തു. എന്നാ പിന്നെ ഓലേക്ക് എത്തിയതും ഇല്ല എന്ന് പറഞ്ഞ മാതിരി ഒരു കളറാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാ ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ഇതാ ഇറങ്ങിട്ടോ. ഇനിയിപ്പൊ വീട്ടിൽ പോവാണേ. മാമാന്റെ വീട്ടിൽ തന്നെയാണ് പോണത്. ഇന്ന് വൈകുന്നേരത്താണ് സൽക്കാരം. ആ സൽക്കാരം കൂടി കഴിഞ്ഞിട്ട് വേണം ഞമ്മക്ക് ഇവിടുന്ന് ടിം എന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ പെരിയിലെത്തി. ഒരു കുറച്ച് സമയമുണ്ട്, രാത്രിക്കാണ് സൽക്കാരം. എന്നാ കുറച്ച് സമയം ഒന്ന് കടന്നുറങ്ങട്ടെ എന്ന് വിചാരിച്ചപ്പോ ഇവിടെ എന്റെ മൂത്തമ്മാന്റെ മരുവളും മകളും എനിക്കൊരു സ്വൈരം തരുന്നില്ലടി. ഞാവൽപ്പഴം ഉണ്ട്, അത് പറിക്കാനും വാവ് എന്ന് പറഞ്ഞാണ്ട് ഓൽക്ക് പേടിക്കേ തുണക്കിന് വിളിച്ചതാണ് എന്നെ. അങ്ങനെ ഞാൻ പോയി ഓലിക്കും അവിടെ നോക്കി നിന്ന് ഓല് പറിച്ച് കൊണ്ടുവന്ന് ഇതാ കഴുകി കൊണ്ടുവന്നപ്പോ ഞാനും അതിൽ കൈയിട്ട് വാരി
മൂന്നാല് ഞാവൽപ്പഴമൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്ത് വീണ്ടും ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ മാറ്റി ഒരുങ്ങി പോവാനുള്ള തിരക്കിലാണ് കേട്ടോ. വൈകുന്നേരത്ത് സൽക്കാരത്തിന് പോവാനേ. അപ്പൊ വലിയ ബസ്സിലാണ് കേട്ടോ പോണത്. ബസ് മാത്രമൊന്നല്ല, കാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആങ്ങളിനോട് പറഞ്ഞ് കാറിൽ വൈബില്ല, ഞങ്ങൾ ബസ്സിലാണ് വൈബ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബസ്സിലാണെന്ന് പറഞ്ഞിട്ട് ഞാനും നാത്തൂനും ഒക്കെ കാറിൽ ബസ്സിലാണ് കേട്ടോ പോന്നിട്ടുണ്ടെങ്കിൽ അജും ഞമ്മളും പിന്നെ അതേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറിൽ കയറാൻ നിൽക്കരുത്, ബസ്സിൽ പോരണം എന്നുള്ളത് കുട്ടികൾക്ക്. അപ്പൊ ആ ഒരു നടുവിൽ നിന്ന് ചാടി കളിച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഞാനും നാത്തൂനും അസിലും ഒക്കെ ആയിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും ബസ്സിൽ കയറി. ഇമ്മയൊക്കെ പിന്നെ ചെറിയ കുട്ടീനെ കൊണ്ട് കാറിലാണ് കേട്ടോ പോന്നിട്ടുണ്ടായിനിയത്. ബസ്സിൽ കയറി, ബസ്സിലെ ആള് ഓരോരുത്തർ കയറി നിൽക്കണുള്ളൂ. അപ്പൊ തന്നെ പാട്ടൊക്കെ ഇട്ടപ്പോ ഇവിടെ ഒരുത്തി തുള്ളിങ്ങോണ്ട് നിൽക്കണം കേട്ടോ. ഓള് പിന്നെ എവിടെ പാട്ടുണ്ടല്ലോ, ഏത് ഉറക്കത്തില് പാട്ടുണ്ടാലും തുള്ളും. അങ്ങനത്തെ സൈസാണ് കേട്ടോ നീയക്കുട്ടി. നീയക്കുട്ടി രാവിലെ ഇട്ട ഡ്രസ്സ് അല്ല ഇട്ടീനിയത്, ഓൾക്ക് വേറെ ഒരു പിങ്ക് മീഡിയം കുപ്പായ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിനിയത്. പക്ഷെ ഏകദേശം അതും ഇതൊക്കെ ഒരേപോലെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ പാട്ടിട്ടു, എല്ലാരും തുള്ളി തുടങ്ങി, ബസ് ഓടി തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് കുട്ടികൾ രണ്ടാളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുട്ടികൾക്ക് ആ വൈബൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ജനക്കുട്ടനും അസിലുട്ടനും മടിയിലിരുന്ന് വേഗം അങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെതാ ഞങ്ങൾ ചെക്കന്റെ വീട്ടിലെത്തിട്ടോ. അപ്പതാ ആ കല്യാണം ഓഡിറ്റോറിയത്തിലേനി. അങ്ങനെ ഞങ്ങൾ ചെന്നപാട് ഞങ്ങൾക്ക് ഇതാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടാത്തവർക്കൊക്കെ നീമ്പോൾ ചോദിച്ചു വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിനെ. ലാസ്റ്റ് ഓക്ക് ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഓള് അതിനിങ്ങനെ കുയിന്തൊക്കെ കാട്ടി നിന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള വിളി വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പൊ അങ്ങനെ ചിക്കൻ ബിരിയാണി തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ മന്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വന്ന് വെക്കുമ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടായി കേട്ടോ. അതുവരെ മഴന്റെ ഒരു ലക്ഷണമൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. ആ സമയത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വണ്ടിക്കൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ അങ്ങനെ പോസ്റ്റൊക്കെ ആയി നിന്നിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ പിന്നെ മഴയൊക്കെ തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ പോയി വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ടായിന് കേട്ടോ. തിരിച്ചു പോയപ്പോൾ ഞാൻ ബസ്സിലല്ല പോയിട്ടുണ്ടായിനിയത്, കാറിലാണ് കേട്ടോ പോണത്. അപ്പോൾ കാറിൽ പോണവർക്ക് പിന്നെ പെരിയിൽ പോയിട്ട് പുതിയണ്ണിന്റെ പെരയൊക്കെ ഒന്ന് പോയി കണ്ടിട്ടേ പോരാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിനി. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ പുതിയണ്ണിനൊക്കെ പെരിയിൽ കൊണ്ടുപോയാക്കി വീടൊക്കെ ഒന്ന് കണ്ട് അതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട്, അതായത് മാമാന്റെ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് ഡ്രസ്സും സാധനങ്ങളൊക്കെ ഞങ്ങള് ബാഗും എല്ലാതും പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ തക്കാലത്തിന് പോയത് തന്നെ കേട്ടോ. തിരിച്ചു പോരാ, വീട്ടിലിറങ്ങുക, ബാഗ് എടുക്കുക, അങ്ങനെ പോവുക, അതാണ് ഞങ്ങളെ തീരുമാനം കേട്ടോ. അപ്പൊ അങ്ങനെ അന്ന് രാത്രിക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടേനും. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. പൂർണ്ണമായിട്ടൊരു വെഡിങ് വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റൂല. ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സ്. പിന്നെ എനിക്ക് ഓൾറെഡി ഇങ്ങനെ മനുഷ്യനൊക്കെ കൂടുമ്പോൾ എനിക്കൊരു മടിയാണ് കേട്ടോ. ചിലപ്പോൾ ചിലരൊക്കെ മുഖം പോയിടും, ഓൾക്ക് ഇഷ്ടപ്പെടാതിരിക്കോ എന്നൊക്കെ ഉള്ള ഒരു തോന്നലാണ്. അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.